But upon us His presence, God must bless us. We have to be in the presence of God for the same purpose in the spirit of prayer. തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കും. For our meditation tonight, let us focus our attention onto the epistle to James, chapter 4, verse number 8. Draw nigh to God, and He will draw nigh to you. Cleanse your hands, ye sinners, and purify your hearts, ye double-minded. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. We are just read now James chapter 4, verse number 8, for the meditation of the current evening. ഇതിന്റെ ആരംഭഭാഗത്ത് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. At the beginning of this sentence we read, draw nigh unto God, if so He will draw nigh unto you. മനുഷ്യൻ ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We come to notice there was a season in which man had drawn closer to God. ഇത് ദൈവവചനത്തിന്റെ ഒരു ശ്രേഷ്ഠമേറിയ മർമ്മമായി നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയമാണ്. We can consider this as a glorious mystery which is recorded in the Bible. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, As we turn to Ephesians chapter 1 verses 9 and 10, തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. He has informed us the mystery of His will. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ, That in the dispensation of the fullness of times He may together in one all things in Christ, both which are in heaven and which are on earth. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക എന്ന ദൈവഹിതത്തിന്റെ മർമ്മത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. In this passage we come to understand of the mystery of the will of God, that it speaks about all things in heaven and on earth are going to be restored in the fullness of the times. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം ഒരിക്കൽ അങ്ങനെ തന്നെ ആയിരുന്നു. In the time past, that was such a tangible fellowship between God and man. അതായത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ആയിരുന്നുവെങ്കിലും സ്വർഗതുല്യമായ ഒരു ജീവിതം അവന് ഉണ്ടായിരുന്നു. In other words, even though man was created and set on this earth, he had a heavenly life in his life. വലിയവനായ ദൈവം ഈ ഭൂമിയിലുള്ള സകലത്തെയും തന്റെ വാക്കിനാൽ ഉളവാക്കി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. The Bible teaches the great God created everything by His word. എന്നാൽ മനുഷ്യനെയോ ദൈവം തന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. However, God created man with His hands. തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. God created man in His own image and likeness. ഈ മനുഷ്യന് ദൈവം തന്റെ ജീവനെയാണ് നൽകി. ആ ജീവശ്വാസം തന്റെ മൂക്കിൽ ഊതി അവനെ ജീവനുള്ളവനാക്കി തീർത്തു. God gifted His life to this man. He breathed His breath into the nostrils of this man. He became a living soul. ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി അവനെ അവിടെയാക്കി. In Eden, He set a garden, and this man was put there. ആ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായി ഒന്നായിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. There was a glorious experience in the same garden. There was a fellowship between God and man. വിവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ മനുഷ്യൻ നിറയപ്പെട്ടവനായിരുന്നു. Thus this man was enriched with all the heavenly blessings. മനുഷ്യന്റെ വസ്ത്രം അന്ന് വെളിച്ചമായിരുന്നു. Man's garment was light in that time. ഇന്ന് ധരിക്കുന്ന പോലെ വസ്ത്രത്തിന്റെ ആവശ്യം മനുഷ്യന് ഉണ്ടായിരുന്നില്ല. As you put on garments today,
in those days, man was not in need of any material garment. ദൈവ തേജസ് അവന്റെ ഉടുപ്പായിരുന്നു. He was clad on with the glory of God. അവൻ അധികാരമുള്ളവനായിരുന്നു, ഭരണമുള്ളവനായിരുന്നു. He had governance and authority. മരണമില്ലാത്തവൻ നിത്യജീവനുള്ളവനായിരുന്നു. He was immortal, had everlasting life. ഇങ്ങനെ വിവിധ ആത്മീയ നന്മകൾ, സ്വർഗീയ നന്മകളുടെ നിറവായിരുന്നു മനുഷ്യൻ. This man was an embodiment of all the heavenly blessings. അതിലൊന്നാണ് മനുഷ്യനും ദൈവവുമായുള്ള ഐക്യത അല്ലെങ്കിൽ ദൈവ സാമീപ്യം. Of which one is the intimacy, or the unity between God and man. വെയിലാറും സമയം യഹോവയായ ദൈവം തോട്ടത്തിൽ വരുമ്പോൾ At the cool of the day, when the Lord God used to visit the garden, മനുഷ്യനും ദൈവവുമായി ഒത്തൊരുമിച്ച് കൂട്ടായ്മയുടെ ബന്ധം പുലർത്തിയിരുന്നതായി കാണുവാൻ കഴിയും. between God and man, they maintained that fellowship of intimacy. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായി നിൽക്കുന്ന വഞ്ചകനായ പിശാച് ഇവിടെ മനുഷ്യനെ വഞ്ചിക്കുകയും അവൻ പാപത്തിനടിമയായി തീരുകയും ചെയ്യും. Alas, the deceiver devil, who is walking against the plan of God, deceives this man and he is committing sin. അവിടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ വിളി നമുക്ക് കാണുവാൻ കഴിയുന്നത്. It is that the Holy Bible, the first call that we notice which comes there. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ യഹോവയായ ദൈവം തോട്ടത്തിൽ ആദാമിനെ വിളിക്കുകയാണ്. Coming to the book of Genesis, chapter 3, verse number 9, we notice the Lord God making a call unto Adam. കാണാതെ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ തന്റെ പിതാവ് എത്രത്തോളം ആർദ്രതയോടെ വിളിക്കുന്നുവോ അത്രയും ആർദ്രതയോടെ പിതാവായ ദൈവം തന്റെ മകനായ ആദാമിനെ പേർ ചൊല്ലി വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. As much as the affection with which a father is beckoning a son who has gone missing or lost, so much so is affection with which this heavenly Father is beckoning Adam here. മനുഷ്യനുള്ള ദൈവസ്നേഹത്തിന്റെ ആ വിളി അന്നു മുതൽ ഇന്ന് വരെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. Since then till this moment, the call of God into man has been progressing. മനുഷ്യൻ ദൈവത്തെ ത്യജിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരേക്ക് ഓടിപ്പോകുമ്പോൾ യഹോവയായ ദൈവം തന്റെ മകനെ തിരികെ വിളിക്കുവാൻ, തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ അവൻ വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. When man denied God, distanced himself from God, gone alienated from the presence of God, behold, here is the Father, the Lord God, who is delighted to call him back unto him. മനുഷ്യനോ ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ കഴിയാതവണ്ണം അവൻ പാപത്താൽ ബന്ധിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് അവൻ ഭയപ്പെടുന്നു. ദൈവത്തോട് അടുക്കുവാൻ അവന് കഴിയുന്നില്ല. Alas, man is not able to be drawn closer to him because of his sin. Therefore, he is not able to come closer to him. പ്രവാചകനായ യെശയ്യാവ് 59-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. Coming to Isaiah chapter 59 verse 2, prophet Isaiah declares, നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. it is your iniquities which have separated you from your God. പാപിയായ മനുഷ്യന് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ കഴിയുന്നില്ല. The sinner cannot come closer to God. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനായവൻ. Our God is furious in holiness. അവന്റെ അടുക്കലേക്ക് മനുഷ്യന് അടുത്തു ചെല്ലുവാൻ കഴിയുന്നില്ല. Man is not able to come nigh unto God. മനുഷ്യൻ ദൈവ സന്നിധിയെ വിട്ട് ഓടിപ്പോകുകയാണ്. Man goes away from the presence of God. അത് ഇന്നും ഈ പ്രവണത മനുഷ്യവർഗത്തിൽ കാണുവാൻ കഴിയും. Even today, this tendency is palpable in human character. 139-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. As we turn to the 7th verse of Psalm 129, there is a question. നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടിപ്പോകും? Where shall I go, live in thy presence? From thy holy presence, where shall I hide? ദൈവസന്നിധിയെ വിട്ട് മനുഷ്യൻ ഓടുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഓട്ടം പരാജയം തന്നെയാണ്. Man is endeavoring to run away from the presence of God, announced that ends in futility. മനുഷ്യനിന്ന് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കഴിയാതവണ്ണം വിവിധമായ തന്ത്രങ്ങളിലൂടെ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് ഓടുന്നത് കാണുവാൻ കഴിയും. Today man is not able to be drawn nigh unto God
by applying devices and subtleties, he is going away and away from God. അങ്ങനെയുള്ള മനുഷ്യന്റെ വഴികളൊക്കെയും മരണ വഴി എന്നാണ് ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. In the words of Solomon, the ways of such a man are all vain and vanity. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ Proverbs chapter 16 verse 25. ഒരു മനുഷ്യന് തന്റെ വഴികളൊക്കെയും അത് വായിച്ചാട്ട് 25-ാം വാക്യം. ഒരു മനുഷ്യന്റെ തന്റെ വഴികളൊക്കെയും പ്രസാദകരമായി അവന് തോന്നുകയാണ്. There is a way that is seemeth right unto a man, എന്നാൽ അതിന്റെ അവസാനമോ മരണ വഴിയത്രേ. but the end thereof are the ways of death. ഈ ലോകത്തിൽ അങ്ങനെ എത്രയോ ജ്ഞാനികളെ നമുക്ക് കാണുവാൻ കഴിയും. In the present world, in this fashion, we come across plenty of wise people. ലോകത്തിൽ പേരെടുത്ത് പറയുവാൻ കഴിയുന്ന അനേക ശ്രേഷ്ഠന്മാർ. There are many outstanding personalities who are so much reputed. ഒടുവിൽ അവരുടെ നാവുകൊണ്ട് തന്നെ ഏറ്റുപറയേണ്ടതായി വന്നിട്ടുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത വഴി മരണ വഴി തന്നെയാണ്. Finally, with their own tongues, they had to confess, alas, the way I was chosen was a death one. ദൈവത്തെ വിട്ടോടുന്ന ഏതു മനുഷ്യന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. This is a pitiable plight of any man who is going away from the presence of God. ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ, Without a distinction as to caste, creed, tongue and community. സകല ജാതികളുടെയും ദൈവമായവൻ, The God who is the Lord of all the nations. മാനവജാതിയെ ഒന്നടങ്കം ഇന്നും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Even today, he is inviting, beckoning with love the entire human race. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, But one thing you have to bear in mind, നമ്മുടെ മുൻപിൽ ലഭിക്കുന്ന ഈ സമയത്തെ നാം പരീക്ഷിക്കരുത്. the time that is kept before us, please do not attempt. കൃപയുടെ വാതിൽ വേഗം അടയുവാൻ പോകുകയാണ്. Door of grace is going to be shut down very soon. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തിൽ വ്യാപരിച്ച മഹാമാരി, During the last days, the pandemic that hit the universe, ലക്ഷങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. in an unexpected moment, millions of people were mocked away from the planet of this earth. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. That manufactured great and financial catastrophe. അങ്ങനെ ഈ മഹാമാരിയാൽ എന്തെല്ലാം കഷ്ടങ്ങൾ ഈ ലോകം നേരിൽ അനുഭവിച്ച കാലഘട്ടമാണ്. By this epidemic, this world has to undergo plenty of sorrows and sufferings. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ, However, when we examine the word of God, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. I'm not willing to move deeper into the details. ഈ കൃപായുഗം അവസാനിക്കുമ്പോൾ Once this dispensation grace ഈ comes to an ഈ end, ഭൂതലം ഒരു വലിയ പ്രളയമായി മാറാൻ പോകുകയാണ്. this earth is going to be marooned. കർത്താവിന്റെ മടങ്ങിവരവിന് ശേഷമായി After the second advent of the Lord, 7 കാഹളങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. coming to book of Revelation, we read about 7 trumpets. 7 കലശങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. We read about 7 vessels. ഇതൊക്കെയും വരുവാനിരിക്കുന്ന ഭയങ്കരമായ ന്യായവിധിയെ വിളിച്ചറിയിക്കുന്ന വചനങ്ങളാണ്. These things herald the impending catastrophical judgment. സംഭവിച്ചു കഴിഞ്ഞതല്ല, ഇനി സംഭവിക്കുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. It is not to over, yet to be over, which are recorded in the word of God. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ കോവിഡ് രോഗം അല്ലെങ്കിൽ ഈ മഹാമാരി എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ മുൻപിൽ ഒരു ചൂണ്ടുപലകയായി, ഒരു സൂചനയായി മാത്രം നിൽക്കുകയാണ്. Well, brethren, for all these things, this great epidemic COVID-19, that has become a signboard before us. കരുണാസമ്പന്നനായ ദൈവം തന്റെ പ്രവൃത്തിയെ ഇന്നും അതിവേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The all gracious God is even today performing his work on a brisk fashion. തന്റെ വിളിയുടെ ശബ്ദം ഇന്നും അവിടെവിടങ്ങളായി മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. Even today, his call is reverberating every corner of the world. 50 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുകയാണ്. As it is recorded in Psalm 50, the Lord is calling the heaven and the earth. ഭൂമിയുടെ ആരതി മുതൽ ആരതി വരെയും അവന്റെ വിളിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. From one end to the other end of the world,
the voice, the echo of his voice is reverberating. എന്താണ് അവന്റെ ശബ്ദം? What is his call? എന്നോട് അടുത്തു വരുവീൻ. Draw nigh unto me. ദൈവത്തെ വിട്ടകന്നു പോകുന്നവരെ, നിങ്ങൾ എന്നോട് അടുത്തു വരുവീൻ. Those who go away from God, draw nigh unto him. 45 അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 22 വാക്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? As we turn to Isaiah chapter 45, verse number 22, what do we read there from? സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. Look unto me and be saved, all the ends of the earth. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. I am God and none else. രക്ഷയ്ക്കായി വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. Here we hear a voice that invites you unto salvation. അതേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയോ രാജ്യത്തെയോ അല്ല പറയുന്നത്. It is not inviting a particular sect or nation. സകല ഭൂസീമാവാസികളെയും വിളിക്കുകയാണ്. It is inviting all the ends of the earth. അത് ഈ എരമല്ലൂർ പ്രദേശത്തെയും വിളിക്കുകയാണ്. It is beckoning even this part of the land of അത് എറണാകുളം Eramalur. പട്ടണത്തെയും വിളിക്കുകയാണ്. It is inviting the city of Ernakulam. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, All the inhabitants of the earth. നിങ്ങളെല്ലാവരും എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. Lo, look unto me and be saved. അതേ, നിഷ്പക്ഷമായി രക്ഷയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, What we think about salvation in an indiscriminating way. രക്ഷ പ്രാപിക്കുവാനായിട്ട് ചില വ്യവസ്ഥകളും പ്രമാണങ്ങളും ഒക്കെ മനുഷ്യൻ അവലംബിച്ചിരുന്നതായി കാണുവാൻ കഴിയും. You not accept this salvation, mankind followed certain conditions and formalities. ന്യായപ്രമാണം നിലനിന്ന കാലത്ത് During the days of the law, അപ്പോസ്തലൻ അത് എടുത്തെഴുതിയിരിക്കുകയാണ്. the apostle reiterates the same. 10 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ, Chapter 10 verse 4. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. The blood of the bull and the king could not take away the work of sin. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. വഴിപാടുകളാലും യാഗങ്ങളാലും, By sacrifices and offerings, നേർച്ചകളാലും കാഴ്ചകളാലും, by sacrifices and offerings, മറ്റ് തീർത്ഥാടനങ്ങളാലും, by pilgrimages, പുണ്യപ്രവൃത്തികളാലും charitable works. ആത്മരക്ഷ പ്രാപിക്കാം എന്ന് കരുതുന്നവരുണ്ട്. There are people who feel they can attain എന്നാൽ salvation. ഓരോരുത്തരുടെ അനുഭവം എന്താണ്? However, what's the personal experience? തൽക്കാല ശാന്തി മാത്രമാണ് ലഭിക്കുന്നത്. That is the only temporal consolation. പിന്നെയും അവർ പഴയ യാഗങ്ങളെ വീണ്ടും കഴിക്കേണ്ടതായി വരികയാണ്. They have to re-offer the sacrifices offered in the past. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, The law is only the shadow of the good things yet to come. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് It is not the real object. ആണ്ടുതോറും അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. Every act was not able to give perfection unto the people who came closer. അങ്ങനെയായിരുന്നെങ്കിൽ യാഗങ്ങൾ നിന്നുപോകുമായിരുന്നു. If that means so, those sacrifices could have been ceased. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രായ ലേഖനത്തിൽ തന്നെ 9 അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, While so, coming to Hebrews chapter 9 verses 12 to 15. വായിക്കാം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, It is by the blood of the goats and the bulls, സ്വന്തം രക്തത്താൽ തന്നെ, not with it but with his own blood. ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. He entered in once into the holy place, having obtained eternal redemption for all of us. എന്നാൽ നിർമ്മല ജലം, പശുഭസ്മം ഇതൊക്കെ ജഡീയ ശുദ്ധിയാണ് നൽകിയത്. Here the ashes and the sprinkled water offered only the physical sanctification. എന്നാൽ ക്രിസ്തുവിന്റെ രക്തമോ, How about the blood of Christ? അത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, You not to worship and the true living നിർജീവ God. പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുകയാണ്. That cleanses us from our dead works. പിതാവായ യേശു ക്രിസ്തുവിന്റെ രക്തം, The blood of Lord Jesus Christ അത് അധികാരമുള്ള രക്തമാണ്. is a blood of power. അത് ഇന്നും ഇവിടെ വിശ്വസിക്കുന്നവരാരുണ്ടോ അവർക്കെല്ലാവർക്കും ആ അനുഭവം ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയും. In this congregation,
Right now, whoever believes that God is able to supply the same experience. 2000 വർഷങ്ങൾക്ക് മുൻപ് 2000 years ago, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി for the salvation of mankind, ഘട്ടങ്ങളെ സഹിച്ച് one who suffered afflictions, കാൽവരി മലമേട്ടിൽ യാഗമായി തീർന്ന he had become sacrifice on the cross of Calvary. ദൈവപുത്രന്റെ രക്തം The blood of the Son of God. ഇന്നും ജീവനുള്ള രക്തമാണ്. Even today, that is living. അത് വറ്റിപ്പോയിട്ടില്ല. It is not dried up. ഇന്നും ഈ രക്തം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Even today, this blood is working. ഈ രക്തത്തിന്റെ വിലയായി ഇത് ആത്മാക്കൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയാണ്. As the price of this blood, even today, people are redeemed from their sins. എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നത്? How that is effected? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, Having in 1 John chapter 1 verse number 7, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം the blood of his son Jesus, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. that's able to sanctify and cleanse us from all of our sins. ഓ രഹസ്യപാപമായിക്കൊള്ളട്ടെ, Whether may be secret sins അല്ല പരസ്യപാപമായിക്കൊള്ളട്ടെ, or overt sins, ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ to be liberated from this sin, കർത്താവായ യേശുവിന്റെ രക്തത്തിന് അധികാരമുണ്ട്. the blood of Lord Jesus Christ has got authority. ഇന്ന് രാത്രി നാം അതിന് വാഞ്ചയോടെ അടുത്ത് ചെല്ലുന്നു എങ്കിൽ, Tonight, if you're thirsty after same and coming closer to it, നമ്മുടെ അകൃത്യങ്ങളെ നല്ല മനസ്സോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എങ്കിൽ, with a clear conscience, if you confess the iniquities and forsake the same, ഒരു പുതിയ ഹൃദയവുമായി ഇവിടെ നിന്ന് നമുക്ക് പോകുവാൻ കഴിയും. with a new heart, you can return from here. എന്നാൽ ഈ ശബ്ദത്തെ ശ്രദ്ധിക്കാത്തവരുണ്ട്. There are people who are declining this voice. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. Do not misunderstand. ഒരിക്കൽ ഈ ശുദ്ധീകരണം ഞാൻ പ്രാപിച്ചു, Once I attained this sanctification, ഒരിക്കൽ ഈ രക്തത്താലുള്ള കഴുകൽ എനിക്ക് ഉണ്ടായതാണ്, once I had the cleansing by the same blood, അതുകൊണ്ട് ഇനിയും എങ്ങനെയുമാകാം എന്ന് ചിന്തിക്കരുത്. therefore according to my desire I can do. Don't think so. അനുദിന ജീവിതത്തിൽ, In a day by day life, നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും in our life, always, all occasions, ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. we must govern by such a thought. എന്നോ ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു എന്ന ഡേറ്റ് എഴുതി വെക്കുകയല്ല. It is not recording the day in which you got saved. അത് ഇന്നും ഈ രക്ഷ ഞാൻ പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് Even today, I have been experiencing this salvation. എന്ന് പറയുമ്പോൾ Which അതിന് means- ചില ആത്മീയ അനുഭവങ്ങളുണ്ട്. That speaks about certain spiritual ഒരു experiences. കാലത്ത് പാപത്തിന്റെ ആഴത്തിലായിരുന്നു ജീവിതം. In the time as you are plunged into the whirlpool of sin, അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ once you were liberated therefrom, പിന്നെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. again you need to sanctify your life. ശുദ്ധന്മാർ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. Saints are given such a lesson concerning the same. രക്ഷിക്കപ്പെട്ടവർ Those who are saved, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ if you are being saved, അവർ രക്ഷപ്പെടുമെന്നാണ്. they will be saved. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, Let me repeat, രക്ഷിക്കപ്പെട്ടവർ were saved രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ or being saved രക്ഷപ്പെടും. will be saved. അല്ല, രക്ഷയെ അഗണ്യമാക്കി കളയരുത്. Do not neglect this salvation. എബ്രായ ലേഖനത്തിൽ അത് നമ്മൾ വായിക്കുന്നു. Coming to Hebrew, ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ to neglect so great salvation, എങ്ങനെ തെറ്റിയൊഴിയും? how shall you escape punishment? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, Therefore, beloved brethren, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, saved people of God, നാം രക്ഷയെക്കുറിച്ച് ശരിയായ അറിവുള്ളവരായിരിക്കണം. we must have a proper understanding about this salvation. ദൈവത്തിന്റെ ജനം ദൈവസന്നിധി വിട്ടുപോയപ്പോൾ The people of God, as they went away from the presence of God, വലിയവരും ചെറിയവരുമായ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. God raised them small, minor and major prophets. അവരൊക്കെയും ജനത്തെ മടക്കി വരുത്തുവാനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. They made the call to make the people come back. യശയ്യാപ്രവാചകൻ പറയുന്നു, Isaiah says, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിയ, hearken the heaven, earth incline. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. I nourished people, they rebelled against me. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. The ox knoweth his owner, as his master's crane, but Israel does not know me. My people do not consider me. ഇനി ഞാൻ അവരെ അടിച്ചിട്ട് എന്ത് കാര്യം? What is I'm beating them? അവരുടെ ശരീരം മുഴുവൻ പഴുത്ത വ്രണമാണ്. എന്റെ body is lacerated. അവരുടെ തല മുഴുവൻ ദീനമാണ്. എന്റെ
their body is ailing. അത് ശരിയായി ഞെക്കി കഴുകിയിട്ടില്ല. It is not pressed and cleansed. അതിനു വേണ്ട ശുശ്രൂഷകൾ ചെയ്തിട്ടില്ല. The required ministry is not attended to. ഈ ജനമോ ദൈവത്തെ വിട്ടകന്നുകൊണ്ടിരിക്കുകയാണ്. These people are going away from God. അതുകൊണ്ടാണ് ആ അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ At the conclusion of the same chapter, പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, prophet makes this remark. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. Come, let's make the controversial അവന്റെ argument. പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും Even though your sin is as red as scarlet, അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം. I shall make it as white as snow. കേട്ടനുസരിച്ചാൽ നന്മ അനുഭവിക്കാം. If you hearken and obey, you can experience good. മറുത്തു മത്സരിച്ചാലോ If you refuse and rebel, അതേ വാളിനിരയായി തീരും. you shall be devoured with a sword. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ On hearing the word of God, ഒരുപക്ഷെ ഇത് നമ്മുടെ നേരെ ഉള്ള ഒരു അന്ത്യദൂതായിരിക്കാം. perhaps this might be the last message coming to you. ഇത് നാം കേട്ട് അനുസരിച്ചാൽ If you hear this and obey, അതിനാൽ ഒരു നന്മയുണ്ടാകും. there is a prosperity by it. എന്നാൽ മറുത്തു മത്സരിച്ചാലോ If you refuse and rebel, അത് ന്യായവിധിയായി മാറും. that becomes our judgment. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടിട്ട് Therefore, fearing God, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ആ ശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. let us surrender our life to hearing the voice of God. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ Coming to Joel chapter 2 verses 12 and 13. അവിടെ പ്രവാചകൻ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ എങ്കിലേക്ക് തിരിവീൻ. The prophet advises, rent not your garments, rent your hearts, come unto me. ആ വസ്ത്രം കീറുന്നത് ദുഃഖത്തിന്റെ ഒരു അടയാളമായി കാണുകയാണ്. Rending the garment is a token of mourning. ഒരു വിഷയത്തിന് മുമ്പിൽ അനുദപിക്കുമ്പോൾ പെട്ടെന്ന് വസ്ത്രം കീറുകയാണ്. When the person regrets over something, he is tearing, rending the garment. അത് രാജാവ് വസ്ത്രം കീറുന്നു, The king rends his garment, പുരോഹിതൻ വസ്ത്രം കീറുന്നു. priest rends his അങ്ങനെ garment. ചുമതലപ്പെട്ടവർ തങ്ങളുടെ വസ്ത്രം കീറുമ്പോൾ When the responsible office bearers അതിന്റെ as they അർത്ഥം tear the എന്താണ്? garment, what does it indicate? പ്രതീക്ഷിക്കാത്ത ഒരു ദുഃഖം. There's an unexpected sorrow. എന്നാൽ വസ്ത്രം കീറുകയല്ല വേണ്ടത്, It is not simply rending the garment. ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. Rend your heart. ഇത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. This is something generating pain. അതെ, ഹൃദയങ്ങൾ കീറിക്കൊണ്ട് ദൈവത്തോട് അടുക്കുന്ന ഒരു അനുഭവം. There's an experience of coming closer to God by rending the heart. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഞാനൊരു സന്ദർഭം ഇപ്പോൾ ഓർക്കുകയാണ്. A context that comes to my memory now. ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിംഗ് പോയപ്പോൾ When I paid a house visiting, ആ വീട്ടിലുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അടുത്ത വീട്ടിൽ പോകുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. a brother of the house advised me, please watchful while we visit the neighbor's house. അത് നമ്മുടെ ഒരു വിശ്വാസിയുടെ വീടാണ്. The neighbor's house is also of believers. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? I asked what's the reason. അപ്പോൾ പറഞ്ഞത്, ആ വീട്ടിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, സ്തോത്രം പറയരുത്, പ്രൈസ് ദി ലോർഡ് എന്നേ പറയാമെന്ന് പറഞ്ഞു. As you visit that house, don't say stotram, simply say praise the Lord. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളല്ല, I'm not a native speaker of English. എന്നാലും പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയാൻ എനിക്ക് അറിയാം. However, I know how to say praise the Lord. അപ്പൊ അത് സൂക്ഷിച്ച് എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I did not know what is the matter. ഞാൻ ഒരു ചെറിയ വീടാണ്. It was a small house. ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ When I visited, ആ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. I said praise the Lord standing on the നല്ല courtyard. വാർദ്ധക്യമുള്ള ഒരു അമ്മ ഇറങ്ങി വന്നു. An elderly aged woman came out. അവരൊരു ഉയരത്തിൽ ഒരു തിണ്ണെ നിൽക്കുകയായിരുന്നു. She was standing on a platform. ഞാൻ അമ്മയുടെ അടുത്തോട്ട് അടുത്ത് ചെന്നപ്പോൾ I drew nigh to her. ഈ അമ്മ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ സന്തോഷത്തില് Because of the joy, I shouted, praise the Lord, this mother. തന്റെ കയ്യ് എന്റെ തലയിൽ വെച്ച് She laid her hand upon my head. എന്റെ കുഞ്ഞിനെ 1000 അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞു. May God fill my child with thousands and thousands of blessings. ഞാൻ ആ കൈയൊന്നും എടുത്തു കളയാനൊന്നും പോയില്ല. I did not attempt to decline it. അത് കഴിഞ്ഞ് അമ്മയുടെ മുറിയിലോട്ട് ഞാൻ അങ്ങ് കയറി. Thereafter, I entered the room of the mother. അവിടെ വേറെ പ്രത്യേകിച്ച് സൗകര്യമൊന്നുമില്ല. No other facility was ഉള്ള arranged. സൗകര്യത്തിൽ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു. With the limited facilities, I ഞാൻ explained the വിശദീകരിക്കാൻ matter. ആഗ്രഹിക്കുന്നില്ല. I'm not willing to move to the details. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പ്രിയ സഹോദരങ്ങളെ, Beloved brethren, സ്വന്തം മകനെതിരായി ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞ് കുടുംബത്തിൽ സമാധാനമില്ലാതായി പോയ ഒരു മാതാവാണത്. she is the mother who just filed a petition against her own son in the court, and thereby the peace of the family was lost completely. ആ വീട്ടിൽ വിസിറ്റിംഗ് പോയി ഓടിയ സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ട്. Here in this congregation, there are sisters who visit the same house
chased by the mother, they ran away. ഈ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അടി കിട്ടാതെ അവർ പോവിയല്ല. If this mother is there, they should beat our sisters. ഞാൻ പറഞ്ഞത് ഇത്രയും 90ഓളം വയസ്സുണ്ടായിട്ടും ഒരു ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ വളരെ ഭാരപ്പെട്ട് കഴിയുകയാണ്. Even though she was 90 years old, she was not able to come to this salvation. She was in a desperate state now. കുടുംബത്തിൽ സ്വസ്ഥതയില്ല. No rest in the family. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? Beloved brethren, what was the consequence? പ്രാർത്ഥിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോന്നു. I prayed and came എന്നാൽ back. അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അവർക്ക് പ്രത്യക്ഷനായി. Same night, heavenly God appeared to her. ആ കുടുംബത്തിൽ പോരാടുന്ന ആ വിചാര ശക്തിയെ കർത്താവ് അവരുടെ കൺമുമ്പിൽ കാണിച്ചു കൊടുത്തു. The Lord kept before her the power of enchantment which was working against her family. ആ മാതാവിന് അന്ന് രാത്രി ഒരു ആത്മരക്ഷയുണ്ടായി. The same night, the mother had a salvation of the soul. ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. The problems of the family were solved. ഞാനത് ചുരുക്കി പറയുകയാണ്. Let me make it brief. ദൈവകൃപയാൽ By the grace of ആ God, അമ്മ എന്നോട് പറഞ്ഞു, എനിക്കൊരു സ്നാനം തരണമെന്ന് പറഞ്ഞു. the mother wanted me to baptize her. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എറണാകുളം ഫെയ്ത്തോമിന്റെ സ്നാനക്കുളത്തിൽ അവരെ സ്നാനപ്പെടുത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. When she was administered water baptism at the baptism pool of Ernakulam Faith Home, as she came out, she was talking in tongues. ഞാൻ ഇന്നിവിടെ പറയുവാൻ കാരണം ഈ അമ്മ ഇവിടെ ഇല്ല, ഇപ്പോഴവർ സ്വർഗത്തിലാണ്. That mother is not in this assembly, she is in heaven. That's why I narrate this episode. Beloved brethren, അത് വിടുവിപ്പാൻ ആർക്ക് കഴിയും? who can liberate you? നിന്റെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും Even though your sin is as red as അതിനെ scarlet, ഹിമം പോലെ വെളുപ്പിക്കുവാൻ അധികാരമുള്ള the one who is saved യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. the blood of Jesus is talking to you tonight. ആ കർത്താവിലേക്ക് നോക്കി നിലവിളിച്ചാൽ If you look unto the Lord and cry, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. there is answer to the issues of your life. അതിന് നാം കാൽവരിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. For the same purpose, lift your eyes unto Calvary. നമ്മെ സഹായിപ്പാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധ്യമല്ല. In this world, no human being can help us in this respect. പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. Prophet Isaiah in chapter 53 verse number 5 വായിക്കാം, 5-ാം records വാക്യം. there. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. നമ്മുടെ അതിക്രമങ്ങൾ, Our trespasses, നമ്മുടെ പാപങ്ങൾ our sins, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. Lord Jesus Christ bore upon him. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിയാക്കിയ ആ കാൽവരിയിലെ കഷ്ടങ്ങളിലൂടെ സാധ്യമായ ഒരു അതിപ്രധാനമായ വിഷയം. That's one of the most important things Lord Jesus Christ realized by his death on the cross of Calvary for us. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ During the days of Lord Jesus Christ in അത് this world, പുരുഷാരത്തോട് കർത്താവ് തന്റെ അടുക്കലേക്ക് വരുവാൻ ക്ഷണിച്ചതായ ഒരു വിഷയം നമുക്ക് കാണുവാൻ കഴിയും. we remember a context in which the Lord was inviting the multitude to come nigh unto him. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ Matthew's Gospel chapter 11 verse 28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, All that labor and are heavy laden, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, you all come unto me. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. I will give you rest. എന്റെ ചുമട് ലഘുവാണ്, My yoke is light. എന്റെ നുകം മൃദുവാണ്. My yoke is soft. അത് ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിച്ചാൽ If you take it upon you and learn of me, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. there shall be rest, comfort to your souls. കർത്താവ് വിളിക്കുകയാണ്. The Lord is inviting you. ഭാരം ചുമക്കുന്നവരെ വിളിക്കുകയാണ്. The Lord is inviting the heavy laden. അധ്വാന ഭാരത്താൽ വലയുന്നവരെ വിളിക്കുകയാണ്. Those who are toiling by the labor, the Lord is inviting you. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവീൻ. You come unto me. ഈ വിളി കേട്ട് Incline to his call. കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നിട്ടുള്ളവർ ആരും ലജ്ജിതരായി തീർന്നിട്ടില്ല. Whomsoever has drawn nigh unto him was not put to shame. മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരമാണ് പാപഭാരം. The burden of sin is a highly heavy one that man is bearing. നല്ല പദവികൾ ഉണ്ടാകാം, There may be positions, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, there may be tall educational qualifications, നല്ല പേരും പെരുമയും ഒക്കെ ഉണ്ടാകാം. there is reputation and acclaim. നിർഭാഗ്യമെന്ന് പറയട്ടെ, Unfortunate to say, ഇന്ന് അങ്ങനെയുള്ള അനേകർ ജയിലുകളിൽ കഴിയുകയാണ്. today many such people are spending the time in prison. അതിന്റെ കാരണം എന്താണ്? Why?
തങ്ങളുടെ സ്വഭാവത്തെ മാറ്റുവാൻ ഇതിനൊന്നും കഴിയുന്നില്ല. These things could not effect transformation to their character. തങ്ങളെ വാഴുന്ന പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. No one can rescue himself from the sin that reigns over him. ഇതൊരു വലിയ ഭാര ചുമടായി മാറുകയാണ്. This becomes a heavy burden. അങ്ങനെ ചുമന്ന് നിലവിളിച്ച ഒരു മനുഷ്യനായിരുന്നു ശൗൽ. Saul was the man who was bearing such a burden and was languishing. റോമാലേഖനം 7:24 വാക്യം വായിക്കുമ്പോൾ Romans chapter 7 verse 24. അവൻ വിളിച്ചു പറയുന്ന ഒരു നിലവിളിയെ അവിടെ കാണുവാൻ കഴിയും. There's a huge clamor. He cries aloud. എന്താണ് ഈ മനുഷ്യന്റെ നിലവിളി? What's the cry of this man? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. No, wretched that time. അവന്റെ അരിഷ്ടത എന്താണ്? What is his miserable nature? ഇതൊരു വലിയ ചുമടാണ്. This is a heavy burden. എന്റെ ഈ ശരീരം, My body, അത് മരണത്തിന് അധീനമാണ്. this is prone to death. ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? Who shall deliver me from this death? അതെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു. In the Holy Bible we notice, ഒരുവൻ മുഴു ലോകവും നേടിയാലും even as a person gains the whole world, തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? if he loses the soul, what is the profit thereof for him? ഒരുത്തൻ അങ്ങനെ വലിയൊരു ധനവാൻ, A rich man, അവന് കളപ്പുരകളൊക്കെ പുതുക്കി പണിതു. and he rebuilt, widened the granary. ആണ്ടോടാണ്ട് അവന് ഭക്ഷിക്കാനുള്ളതെല്ലാം അവൻ ശേഖരിച്ചു വെച്ചു. He accumulated the corn to be used for years after years. അവൻ സ്വയം തൃപ്തനായി തന്നോട് തന്നെ പറയുന്നു. In a self-complacent mood, he says to himself, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. eat, drink, make merry. നാളെ ചാകുമല്ലോ. Tomorrow you will die. എന്നാൽ അവിടെ ഒരു ചോദ്യം. Now a question മൂഢ, ഈ രാത്രി നീ മരിച്ചാൽ Fool, tonight, if the soul is required of thee, നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? where shall you spend your നീ soul? ഒരുക്കി വെച്ചത് ആർക്കാകും? For whom all belonging shall be, ദൈവവിഷയമായി സമ്പന്നനാകാതെ not to be rich concerning godly matters. തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാണ്. This is against the person who is treasuring for himself. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, Even they claim there is everything for you in the world. ശരിയായ ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് A person who hasn't embraced this experience of salvation of the soul, സമാധാനമില്ല. there's no peace at all. അന്തരംഗത്തിൽ നിന്നൊരു നിലവിളി ഉയരുകയാണ്. Within the caverns of the mind, a languishing comes out. അതാരും അറിഞ്ഞില്ലെന്ന് വരാം. May not be audible to others. അതാരെയും അറിയിക്കാതിരിക്കാൻ പല മാർഗങ്ങളിലേക്ക് മനുഷ്യർ പോവുകയാണ്. Man is employed different devices not to be communicated to others. ചിലർ തങ്ങളുടെ സമയങ്ങളെ മദ്യപാനത്തിനായി ചിലവഴിക്കുകയാണ്. Some people spend the time for drinking. മറ്റ് ചിലർ പല കൂത്തുകാഴ്ചകളിലേക്ക് പോകുകയാണ്. Some others spend for revelry. എന്താണ് ഉദ്ദേശം? What is the purpose? എങ്ങനെങ്കിലും ആത്മാവിനൊരു സമാധാനം വരുത്തണമെന്നാണ്. Some who are other bring a peace unto the soul. എന്നാൽ ഇവയാൽ ഒന്നിനാലും അത് സാധ്യമല്ല. Sad to say, these things cannot effect any peace for you. നസ്രയനായ യേശു, Jesus of Nazareth, ഇന്ന് രാത്രിയിലും even tonight, ഈ ശബ്ദം കേൾക്കുന്ന ചിലരെ വിളിക്കുകയാണ്. He is inviting some people അതേ listening പ്രിയ to this സഹോദര, voice. സഹോദരി, Beloved brother, sister, നിന്റെ ഭാരം എന്റെ മേൽ വെക്കുക. cast your burden upon me. ഞാൻ നിനക്ക് ആശ്വാസം തരാം. I will give you rest. ഏതു ഭാരവുമായി കൊള്ളട്ടെ. Whatever is a type of burden. അതേ ശൗലിന്റെ നിലവിളിക്ക് മറുപടി എന്താണ്? What was the response to the cry of Saul? ആ ചോദ്യത്തിന് ഉത്തരം അവിടെ നൽകിയിട്ടില്ല. The response to the question was not extended എന്നാൽ there. ഈ ശൗലിന്റെ ജീവിതത്തെ ഒന്നൊന്നായി നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, One after another, as we examine the life of Saul, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. I'm not willing to move to the details. അവന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടാകുകയാണ്. Great transformation takes place in his life. അതേ ദമസ്കോസിന്റെ പടിവാതിക്കൽ At the gate of Damascus, സൂര്യ വെളിച്ചത്തെ കവിയുന്ന ഒരു വെളിച്ചം നട്ടുച്ചയ്ക്ക് അവന്റെ നേരെ വന്നു. a light that outdoes the light of the sun came upon him at the noontime. അവൻ എന്ന നസ്രയനായ യേശുവിന്റെ ശബ്ദം കേട്ടു. The same day he heard the voice of Jesus of Nazareth. അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പാതയിലേക്ക് അവൻ പോകുകയാണ്. Now he is channelized in his way and a special path. ഇപ്പോൾ അവന്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. Altogether, that's a transformation to his അവൻ nature. ദൈവ സ്നേഹത്താൽ നിറഞ്ഞവനായി മാറുന്നു. He is filled with the love of God. അവനിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ്? Now, what's the voice that comes out ഒരു of him? കാലത്തും മരണത്തെ
ഭയപ്പെട്ടവൻ, The very man who was frightened to death in എന്നെ the time ആര് past. വിടുവിക്കുമെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചവൻ One who cried aloud, who should deliver me? ഇപ്പോൾ ധൈര്യമായി നിന്നുകൊണ്ട് പറയുകയാണ്, How boldly he challenges കഷ്ടതയോ പട്ടിണിയോ the sufferings of starvation, നഗ്നതയോ ആപത്തോ വാളോ nakedness, a perilous sword, എന്ത് വന്നാലും whatever befalls, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പിരിക്കാൻ കഴിയയില്ല. cannot be separated from the love of ഹേ Christ. മരണമേ, നിന്റെ ജയം എവിടെ? Lord, where is thy ഹേ victory? മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? Lord, where is thy ഒരു strength? കാലത്ത് ഭയപ്പെട്ട് നിലവിളിച്ചവൻ The time passed, one who was frightened and cried ഇന്നൊരു aloud. വെല്ലുവിളിയുമായി മുൻപോട്ട് പോകുകയാണ്. Now with the challenge against the ഓ, person, വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം touching അത് തന്റെ ജീവിതത്തിൽ നഷ്ടമായില്ല. touching Saint Paul, it was not a loss in his life. ഘാതകന്മാർ അവന്റെ കഴുത്ത് വെട്ടുവാനായി വധക്കുറ്റിയോട് അടുപ്പിക്കുമ്പോൾ Executioners, when they approached his neck with a chopper, അവന്റെ ഉള്ളത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം എന്താണ്? what was the voice ഓ, throbbing out of the ഞാൻ mind? നല്ല പോർ പൊരുതു, I fought the good fight, ഓട്ടം തികച്ചു, finished my course, വിശ്വാസം കാത്തു. kept my faith. അതേ ഘാതകനോട് പറയുകയാണ്, The butcher unto him says, നിനക്ക് ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തുവിട്. come on, accomplish your responsibility very ഞാൻ എന്റെ nice. പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു. I accomplished my work. ഇതാ ഞാൻ എന്റെ കിരീടം പ്രാപിക്കുവാൻ പോകുകയാണ്. Behold, I am going to receive my crown. ക്രിസ്തു മാർഗം ഭയപ്പെടുന്ന മാർഗമല്ല. The mission of Christ is not a terrifying അപ്പോൾ one. തന്നെ ചിന്തിച്ചു കൊള്ളണം, Meanwhile, think ഇത് about, അഹങ്കാരത്തിന്റെ മാർഗമല്ല, this is not a mission of ഇത് haughty spirit. പൂർണ്ണ താഴ്മയുടെ മാർഗമാണ്. This is a way of total humility. പൂർണ്ണ താഴ്മയോടെ ഞാൻ പറയുകയാണ്, With absolute humility, let me tell you, ദൈവത്തിന്റെ ജനം ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ when the people of God are filled with the love of God, നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങളുടെ മധ്യേ in the midst of struggles which come പ്രിയ against us, ദൈവമക്കളെ, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. all of the people of God, the power that is working within us is the power എത്ര of the പേർ blood അത് of Jesus. വിശ്വസിക്കുന്നു? How many do believe? എന്റെ പരീക്ഷയുടെ മധ്യേ, During the course of my എന്റെ trial, പോരാട്ടങ്ങളുടെ മധ്യേ, during my battles, എന്റെ പ്രതികൂലങ്ങളുടെ മധ്യേ during my adversities, എന്റെ യേശുവിന്റെ രക്തം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. blood of Jesus is strengthening me. അങ്ങനെയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Such people of God, lift your hands to praise God. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം The very God who strengthens us, ലോകത്തിന്റെ അനുകൂലമായ അവസ്ഥയിലല്ല. it is not in the favorable circumstances of the world. അത് ഈ ലോകം നമ്മെ അനുമോദിക്കുന്നതിനാലല്ല. It is not this world is appreciating us. ഏതെല്ലാം പ്രതികൂലം ജീവിതത്തിൽ വന്നാൽ Whatever is the adversity which comes in our life, സഹായിപ്പാൻ കഴിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. there is a good Father who is able to help us is with us. അവന്റെ രക്തത്തിന്റെ വിലയായിട്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. As a price of his blood only, we have been redeemed. അവരെയാണ് വിളിക്കുന്നത്. He is inviting them. ഭാരം എന്റെ മേൽ വെക്കുവീൻ, Keep your burden upon me. നിങ്ങളുടെ ചുമടുകൾ എന്റെ മേൽ വെക്കുവീൻ. Keep your burden upon me. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. I will give you rest. കർത്താവിന്റെ അടുക്കലേക്ക് അങ്ങനെ വന്ന് സൗഖ്യം പ്രാപിച്ചവരുണ്ട്. There are many people thus came to the Lord and obtained healing. അങ്ങനെ കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് അത്ഭുതകരമായ വിടുതൽ അനുഭവിച്ച പല അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. The Bible speaks of blend of experiences. According to the cry of Lord Jesus Christ, when he came unto him, God healed. പരീശന്മാരും ശാസ്ത്രിമാരും ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. The Pharisees and Sadducees also brought a woman unto അവനെ Jesus. പരീക്ഷിക്കാനാണ് കൊണ്ടുവന്നത്. Not tempting, she was brought. മോശയുടെ ന്യായപ്രമാണം പറയുന്ന കാര്യം അവരെടുത്തു പറയുകയാണ്. They are repeating what is prescribed by the law of Moses. ഗുരു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ പറഞ്ഞിരിക്കുന്നത്. Master, Moses has said she must be stoned to death. നിന്റെ അഭിപ്രായം എന്താണ്? What is your opinion? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. Jesus did not respond. നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. He was writing on the ground. പിന്നെ അവരെ കണ്ടപ്പോൾ യേശു തല ഉയർത്തി On seeing them, Jesus lifted his head. അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ. Jesus said unto them, among you those who do not have any sin, പിന്നെയും കർത്താവ് cast എഴുതാൻ the തുടങ്ങി. stone. Again he started writing. കുറച്ചു കഴിഞ്ഞപ്പോൾ After a short while, കർത്താവ് തല ഉയർത്തി the Lord lifted his head. ആ സ്ത്രീയോട് ചോദിച്ചു, He asked unto the woman, ഇവിടെ നിന്നെ കൊണ്ടുവന്നവരൊക്കെ എവിടെ? the people who brought you, where are they now? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? Hasn't anyone subject you unto punishment? കർത്താവേ, ഇല്ല, അത് മൂത്തവരും ഇളയവരുമായി അതിന്റെ ക്രമപ്രകാരം ഇവിടുന്ന് ഓടിപ്പോയെന്ന് പറഞ്ഞു. She responded negatively, telling,
among the brother, junior and senior, they left away. യേശുവിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് കാര്യം വെളിവായത്. As they came before Jesus only, they were convinced. അതുവരെ അവർ മിടുക്കന്മാരായിരുന്നു. Thus far, they pretend to be masters. യേശുവിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ Once they stood before Jesus, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, do not misconceive, കർത്താവ് ഒരു പേരെഴുതി. the Lord wrote a name. അത് കുഞ്ഞുമോൻ എന്ന് തന്നെ വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് പണക്കമില്ലല്ലോ. Imagine that name is Kunjumon. You will not have a discord with me. വലതുവശത്ത് എഴുതിയേക്കുന്ന കാര്യം മിണ്ടാൻ കൊള്ളത്തില്ല. You know, just against that, what is written, all those things, it is ashamed of speaking aloud. അങ്ങനെ ഓരോരുത്തരും മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓടിപ്പോയെന്നാ. This everybody is, because of pricking consciousness, left the scene. കർത്താവ് ശാന്തമായി ആ സ്ത്രീയോട് പറഞ്ഞു, Passively the Lord told her, ഇനി പാപം ചെയ്യരുത്. commit sin no more. ഒരുപാട് സുവിശേഷമൊന്നും പറഞ്ഞില്ല. Much gospel was not shared. രക്ഷപ്പെടാനുള്ളവർക്ക് ഇങ്ങനെ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. Those who are to be saved, not much is to be shared. ഒരൊറ്റ വാക്ക് മതി. Your simple word will do. ഇനി പാപം ചെയ്യരുത്. Commit sin no more. പൊയ്ക്കൊള്ളുക, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. You can go. I am also not willing to punish you. ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്നത് ഏത് മനുഷ്യനാ കഴിയുന്നത്? Under the sun, who can anybody help you? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. യേശു അവിടെ ഭാര ചുമടിനെ മാറ്റിക്കൊടുത്തു. The Lord Jesus Christ of Nazareth took away her heavy burden. അതേ വലിയ കൽക്കൂമ്പാരം അവളുടെ മേൽ കൂട്ടേണ്ടതായിരുന്നു. It is really pile of stones should have been heaped upon her. ഇപ്പോൾ അവൾ ആരായി മാറി? Now how she has been changed. ശിക്ഷയിൽ നിന്ന് അവൾക്ക് വിടുതലുണ്ടായി. She is free from the അവളുടെ punishment. നേരെ വന്ന ന്യായവിധിയിൽ നിന്ന് അവൾക്ക് രക്ഷയുണ്ടായി. She got solution, rescue from the judgment. ഇതിനധികാരം പരീശന്മാർക്കില്ല. Now the Pharisees do not have any authority. അവരുടെ പ്രമാണം അവളെ ശിക്ഷിക്കുവാനാണ് പറയുന്നത്. Their law prescribes them to punish her. എന്നാൽ യേശുവോ However, Jesus അവളെ രക്ഷിക്കുകയാണ്. saves her. അവളെ സ്വതന്ത്രയായി വിട്ടയക്കുകയാണ്. She is let free. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Beloved people of God, listening to the voice of God കർത്താവ് tonight, വിളിക്കുന്നു, എന്റെ അടുക്കൽ വരുവീൻ. God calls you, draw nigh unto me. അതെ, കർത്താവിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലണം. You have to draw closer to Him. എന്തിനാണ് അടുത്ത് ചെല്ലേണ്ടത്? What for? മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 9:19 വാക്യത്തിൽ Matthew's Gospel chapter 9 verse 19. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ബാലനെ അവന്റെ പിതാവ് കൊണ്ടുചെല്ലുന്നതായി കാണുവാൻ കഴിയും. A lad who was possessed with an evil spirit was brought to the Lord by his father. വചനമെല്ലാം വായിച്ച് കേൾപ്പിക്കാൻ ഇപ്പോ അവസരമല്ല. No time to read all the references. 9:19 പറയാണ്, In verse 19, അപ്പൻ വന്ന് പറയുന്നു, കർത്താവേ, നിന്റെ ശിഷ്യന്മാരുടെ ഞാൻ കൊണ്ടുവന്നു, പല പ്രാർത്ഥനകൾ നടത്തി, ഇവൻ ഇതുവരെ ഒരു വിടുതലില്ല. The father says, O Lord, I brought him to your disciples. They prayed, but so far no deliverance has been effected upon him. അവന് നാവ് തുറന്ന് സംസാരിക്കത്തില്ല. And he is not able to open his mouth and speak. അവന്റെ ചെവി കേൾക്കത്തുമില്ല. He is deaf as well. എന്നാൽ ഇതിനെ കർത്താവ് ശാസിക്കുമ്പോൾ താഴോട്ട് വായിച്ചാൽ അതൊരു അശുദ്ധ ആത്മാവെന്ന് പറഞ്ഞാണ് ശാസിച്ചത്. When the Lord rebukes, the following passages we understand, the Lord tells it as an evil spirit and rebukes it. ചില സന്ദർഭത്തിൽ In certain contexts, ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. in the life of the people of God, we come across similar experiences. സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, You not experience heavenly blessings, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കും. and will motivate, encourage them. പക്ഷേ വാ തുറക്കത്തില്ല. They will not open their mouth. ചിലരാണെങ്കിൽ കൈ അടിക്കത്തേ ഇല്ല, അത് എന്തിനാണ് അറിഞ്ഞുകൂടാ. Some people will never clap their hands without any reason. കിട്ടുന്ന അനുഗ്രഹവും അങ്ങനെ തന്നെയാണ്. All the blessings are now stopped. ഇപ്പൊ നേരമില്ല, അല്ലെങ്കിൽ അത് നോക്കായിരുന്നു. No time, otherwise we could have now tried it. ഈ രണ്ട് കൈകളും കൂട്ടിയടിക്കണം. We have to clap both hands വായെ tightly. തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. Open your mouth widely and നാം praise God. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണം. We must desire in the presence ഊമനും of God. ചെകിടനുമായ ആത്മാവ് എന്നെ വിട്ടുപോകണം. The spirit, deaf and dumb, should flee from me. അത് ആർക്കും കഴിയുന്നില്ല. Nobody is able to do it കർത്താവ് now. പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുപോവാ. The Lord asked him to be brought before him. കർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോൾ He was brought before the Lord. ആ അന്ധകാര ശക്തി അവനെ വിട്ടുപോവുകയാണ്. The power of darkness departed from him. യേശുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ When we come, draw nigh unto ഇങ്ങനെയുള്ള Christ, അന്ധകാര ശക്തികൾക്ക്, അശുദ്ധ ആത്മാക്കൾക്ക് വിടുതലുണ്ടാകും. such powers of darkness, evil spirits shall be dispelled. അത് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. ചിലരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയണോ വേണ്ടായോ. Some people are musing over, should I shout or not? അശുദ്ധ ആത്മാക്കളെ
വിടുവിക്കുവാൻ, അതിൽ നിന്ന് വിടുതൽ തരുവാൻ അധികാരമുള്ളവൻ നമ്മുടെ യേശുവാണ്. Jesus is the only one who has got authority to liberate you from the powers of the evil spirits. കർത്താവിനെ കണ്ടവൻ, He that met the Lord, യേശുവിന്റെ ആ നിഴൽ കണ്ടവർ, those who visited the shadow of the Lord, പിശാചുക്കളൊക്കെ ഉറക്ക വിളിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. all the demons shriek aloud. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. I'm not willing to move deeper. എന്നാൽ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ When we examine the word of God, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു Lord Jesus Christ, അശുദ്ധാത്മാക്കളെ ശാസിക്കുവാൻ, you ought to rebuke the evil spirits, അതിനെ പുറത്താക്കുവാൻ to cast them out. ആ 70 പേർക്ക് അധികാരം കൊടുത്തതായി കാണുവാൻ കഴിയും. He authorized the band of 70. കർത്താവ് അവരെ അയച്ചു. The Lord sent them off. അവർ പോയി. They departed. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? സന്തോഷത്തോടെ അവർ വന്ന് യേശുവിനോട് അവർ സാക്ഷ്യം പറയുകയാണ്. With the joy they came back and testified of the same. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു. Oh Lord, at the name even the demons are subdued. നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. Sick are healed at thy നിന്റെ name. നാമത്തിൽ മിന്നൽ പോലെ സാത്താൻ വീഴുന്നു. At the name like lightning, even the devil is falling away. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വളരെ അപകടമായ ഒരു കാര്യമാണ്. Please be attentive. This is a dangerous thing. ചിലർ പറയും പിശാച് പോയെന്ന്. Some would say the devil went away. എന്നാൽ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുകയാണ്, Trusting the grace of God, let me tell you, പ്രാർത്ഥിച്ച വ്യക്തിക്ക് പോയത് ശരിയാ. the person who prayed, he is freed. That's true. പക്ഷെ പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? To which direction has it ഈ gone? പ്രാർത്ഥിച്ച ആളിലോട്ടാണ് കയറിയത്. You know, to enter the person for whom it അതിന് was പല prayed. കുഴപ്പങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. It is creating many trouble. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആരും പോകരുത്. Please do not venture out for such ദൈവത്തിന് things. മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു. Demons are subdued for you. എങ്ങനെ? Thus, വളരെ ഭയത്തോടെ യേശുവിന്റെ നാമത്തിൽ മാത്രമേ ചെയ്യാവൂ. with all fear, do it only in the name of Jesus. ഈ സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ On hearing the tidings, ആ വിസിറ്റിംഗിൽ ഇത്ര അനുഗ്രഹം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് അവരെ പുകഴ്ത്തിയില്ല. the Lord did not praise them, appreciate them. During your visit, you got these blessings. അങ്ങനെ മുൻകാലങ്ങളിൽ ഇന്നും നമ്മുടെ നടത്തിപ്പുകാർ അങ്ങനെയാണ്. Our leaders do not practice such yesterday's, even today. സമയം പോയോണ്ട് പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടുകയാണ് ഞാൻ. Time is ticking by, let me touch and go. ഞാൻ കൊട്ടാരക്കര ഫെയ്ത്തോമിലോട്ട് ഒരു ദിവസം ഇങ്ങനെ ചെല്ലുമ്പോൾ One day when I was turning to Kottarakara Faithum, ഒരു വലിയ പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോവാ. a mega snake was crawling there. പെട്ടെന്ന് ഞാൻ അതിനെ വകവരുത്തി. Suddenly I killed it. ഒരു വടിയെ കുത്തി അപ്പച്ചന്റെ അടുത്ത് കൊണ്ടുവന്നു. I just pricked it with a stick, brought to the pastor. എന്റെ വിചാരം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വലിയ ബഹുമതി കിട്ടുമെന്നാണ്. I thought I would be rewarded. അപ്പച്ചൻ പറയാൻ, ഞാൻ 7 എണ്ണത്തിനെ ശരിപ്പെടുത്തിയിട്ട് ഇവിടെ ഇരിക്കുക. Pastor said, I have killed 7 and passively waiting here. അവിടെ ഇയാൾ ഒരെണ്ണത്തിനെയും കൊണ്ടുവരുന്നേ. Now you are coming with a single one. കാരണം എന്താണെന്നറിയാമോ? You know the reason. അങ്ങനെയൊന്നും പ്രശംസിക്കാൻ നടത്തിപ്പുകാർ ആഗ്രഹിക്കുന്നില്ല. Our leaders will never ഇത് appreciate you പ്രശംസയുടെ unnecessarily. മാർഗമല്ല. This is not the way of എന്തെങ്കിലും appreciation. പ്രശംസിക്കുന്നെങ്കിൽ ഉടനെ കൊമ്പ് വെട്ടും. If there is any glory, the horn will be, the branch will be cut off. അതാണ് വിശുദ്ധന്മാർ നടത്തുന്ന വഴി. That's the way where our leaders ആ guide you. വഴിക്കൂടെ പോയാൽ എത്തേണ്ടടുത്ത് എത്തും. If we move through that way, we'll get to destination. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. സാത്താൻ പോകുന്നതല്ല, പിന്നെയോ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്തു കൊള്ളണം. It is not the devil is fleeing away. Rejoice as your names are written in അത് heaven. നഷ്ടപ്പെട്ടു പോകരുത്. That must not be lost. യേശു വിളിക്കുകയാണ്. Jesus calls you. ഭൂതഗ്രസ്തന്മാരെ സൗഖ്യമാക്കിയവനായ ദൈവം The Lord who healed the demon possessed. ഇന്ന് രാത്രിയിലും തന്റെ വിശുദ്ധന്മാർ Tonight he is saying, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, as they pray for you, ഈ ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ as this word of God is operating, അന്ധകാര ശക്തികൾ വിട്ട് ഓടിപ്പോകും. the power of darkness shall flee away. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലൂടെ നമുക്ക് ലഭിച്ച അധികാരമാണ്. That is authority that we receive through the death of Lord Jesus Christ on ദൈവത്തിന് Calvary. മഹത്വമുണ്ടാകട്ടെ. Glory be to ലേഖനം God. 2:14-15 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. When we come to Colossians chapter 2 verses 15 we അത് ആ understand. അധികാരത്തോടെ നാം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ With power, when we do the ministry of God, ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. we can experience the works of God there. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory
Glory be to the name of God. കർത്താവ് ഒരിക്കൽ യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ ഇങ്ങനെ നടന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ Lord was walking through the streets of Jerusalem, moving വലിയ to പുരുഷാരം Jericho. അവനെ പിൻപറ്റിക്കൊണ്ടിരുന്നു. Vast multitude followed him. ഒരു കുരുടൻ അവിടെ ഇരുന്ന് കരയുകയാണ്. A blind man was crying on the wayside. അവന് കേട്ടു ആരോ യേശു പോകുന്നുവെന്ന്. He heard Jesus is passing by that way. അവൻ കരയാണ്, ദാവീദ് പുത്ര കരുണ തോന്നണേ. He cries, Son of David, have mercy upon me. അതിലെ പോയവനൊക്കെ അവന്റെ തലയ്ക്ക് തട്ടുകയാണ്. Other passers-by smite his head. യേശു പോകുമ്പോഴാന്നോടാ കുരുടാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന, മിണ്ടാതെ അവിടെ ഇരി. When Jesus passes by, do not create any trouble. Come on, subdue yourself. അവനിങ്ങനെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒന്നും അനുവാദം ചോദിക്കുന്നവനല്ല. He did not seek the permission of the friends or relatives. അവനൊരു ആവശ്യമുണ്ട്. He has a need. ഉറക്ക കരയാൻ തുടങ്ങി. He started crying aloud. കരച്ചിൽ യേശു കേട്ടു. Jesus heard the cry. യേശു പറയാണ്, അവനെ എന്റെ അടുക്ക കൊണ്ടുപോവാ. Jesus, bring him to me. അടുത്ത് ചെന്നു. He drew nigh to കർത്താവ് him. ചോദിച്ചു, നിനക്ക് എന്ത് വേണം? The Lord asked him, what is your need? അവൻ ഒരു വാചകമേ പറഞ്ഞോളൂ, He said only one sentence. എനിക്ക് കാഴ്ച വേണം കർത്താവ്. I want to have sight. തിരിച്ചുള്ള മറുപടി അത് തന്നെയാണ്, That was a reply. കാഴ്ച പ്രാപിക്കുക. Have sight. നമ്മളെ പോലൊന്നും അല്ല, It is not like we are. വലിയ ഭാഗ്യവാനാണ്. He was the most privileged. അവന്റെ കണ്ണ് തുറന്ന് അവൻ ആദ്യം കണ്ടത് യേശുവിനെയാണ്. His eyes opened. Fortunately, he saw Jesus first. പിന്നെ അവന്റെ കാല് തറയിൽ ഉറച്ചിട്ടില്ല. Then his feet did not അവൻ set on the തുള്ളിച്ചാടി ground. കർത്താവിന്റെ കൂടെ അങ്ങ് പോവുകയാണ്. He hooped and danced and followed പ്രിയ the Lord. സഹോദരങ്ങളെ, Beloved നമ്മുടെ brethren, ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയാണ്. wise understanding should be എഫേസ്യർ enlightened. 1:18 വായിക്കുമ്പോൾ, എഫേസ്യർ 1:18, Ephesians chapter 1 verse 18. നമ്മുടെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. To understand the hope of his calling, eyes understanding should be enlightened. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ If we get the enlightenment of the eyes understanding only, നമ്മുടെ ഭാവി നിത്യതയെ കുറിച്ചുള്ള ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. we'll have vision about the future eternity. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? If not, what shall be the consequence? 2 പത്രോസ് 1:9 പറയുന്ന പോലെ 2 Peter chapter 1 verse 9. കുരുടന്മാരായി മാറും. You shall become blind. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നു കളഞ്ഞവർ. You'll forget the sanctification of former days. അവർക്കിപ്പോൾ ദീർഘവീക്ഷണമില്ല. They lost the farsightedness. അവർക്കിപ്പോൾ ഹ്രസ്വദൃഷ്ടിയാണ്. They got the short-sightedness only. അവർ കുരുടന്മാരാണ്. They are blind. കുറ്റം പറയുക, They find fault to others. ആക്ഷേപങ്ങൾ പറയുക, Accusers. ഒരു കാലത്ത് അനുഭവിച്ചതിന് എതിരായി പറയുക, The time but tasted. ഇതെല്ലാം rebellion. ശുദ്ധീകരണത്തിന് വിപരീതമായ സ്വഭാവമാണ്. This is contrary to sanctification. എന്നാൽ നമുക്കൊരു ദീർഘദൃഷ്ടി ഉണ്ടായിരിക്കണം. We must have farsightedness. നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കണം. Eyes must be enlightened. എലീശയുടെ അടുക്കൽ Unto Elijah, അവന്റെ ശിഷ്യൻ ഒരു കാര്യത്തിൽ നിലവിളിച്ചു. his disciple was crying അരാം aloud. രാജാവിന്റെ സൈന്യം The host of King Assyria മല മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. cramped upon the mountain. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? What was the reply of the prophet? ഇവൻ കാണത്തക്കവണ്ണം അവന്റെ കണ്ണ് തുറക്കണമേ എന്നാണ്. Let his eyes be opened, whereby he must see. അത് വിശ്വാസ കണ്ണാണ്. The eyes of faith. വിശ്വാസത്തിന്റെ കണ്ണ് Eyes of faith. അത് തുറക്കണം. It must be opened. അത് തുറന്നാൽ If it is opened, വ്യക്തമായി കാണാൻ കഴിയും. you can see visibly. അവൻ കണ്ടു. He saw. എന്താണ്? What did he say? അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും കണ്ടു. Fiery chariots and horses. നാം ഒറ്റയ്ക്കായി തീരാം. We are not alone. എല്ലാവരും കൈവിടാം. All might leave you ആരും again. സഹായമില്ലെന്ന് വരാം. There may not be any help from anybody. വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, If we have faith, നമ്മുടെ മുഴങ്കാലുകളെ മടക്കിയാൽ, when we kneel down, കണ്ണുനീരൊഴിച്ചാൽ, shed tears, ഞാൻ ഇന്ന് വാസ്തവമായി ദൈവമക്കളോട് പറയുകയാണ്, let me truly tell the people of ഒരു God, ശത്രുവിന് നിന്നോട് അടുത്തു വരാൻ കഴിയും. no enemy can come nigh unto you. ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റുപറയുവിൻ. Repeat the word of ശത്രു God. ഒരു വഴിയായി വരും, Enemy may come through one way. 7 വഴിയായി He ഓടിപ്പോകും. will scatter away through എന്റെ 7 യേശുവിന്റെ ways. നാമം സകല നാമത്തിനും മേലായ The നാമമാണ്. name of Jesus is high above every other name. അന്ധകാര ശക്തികളെ ജയിക്കുവാൻ In order to outdo the power of darkness, ദൈവമക്കൾക്ക് അതിനൊരു അവകാശം ദൈവം തന്നിരിക്കുകയാണ്. God has given an authority നമ്മുടെ to the ഹൃദയദൃഷ്ടി people of പ്രകാശിക്കട്ടെ. God. Our eyes understanding must be ഒരു enlightened. തേജസ്സിന്റെ സുവിശേഷം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. God has given us the gospel of glory. ഇന്ന് അനേകരുടെ കണ്ണുകളെ ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. Today, God in this world is darkening, blinding the eyes of many. 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ 2 Corinthians chapter 4 verse 4. ദൈവപ്രതിമയായ തേജസ്സിന്റെ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം. The gospel which is the explicit image of Christ. സുവിശേഷം പല വിധത്തിലുണ്ട്. There is gospel in different ways. എന്നാൽ തേജസ്സിന്റെ സുവിശേഷം There is the gospel of glory പ്രകാശിച്ച് that will shine. നമുക്ക് തേജസ്സിലേക്ക് എടുക്കപ്പെടണം. We must be raptured unto glory. അത് ഒരു മകനെ പോലെ Like the son.
പിതാവ് വിളിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. We are inclined to the voice that is called by the Father. എന്നാൽ ഇനി തന്റെ കാന്തയെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. Now, in order to gather his bride upon the clouds, we are going to have here another cry. അതിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. For the same purpose, sealing with the Holy Ghost. ഇതിന്റെ വിവരണങ്ങളൊക്കെ തുടർന്ന് നിങ്ങൾക്ക് കേൾക്കാം. You can listen to the rest of the things in the coming ഉത്സവത്തിന്റെ days. മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു വിളിക്കുകയാണ്. On the final day of the feast, Lord Jesus Christ is calling. എന്റെ അടുക്കൽ വരുവീൻ, ജീവജലത്തെ പാനം ചെയ്യുവീൻ. Come unto me, drink this living water freely. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചുകൊള്ളുവീൻ. Receive the power of Holy Spirit. കർത്താവ് വിളിക്കുകയാണ്. The Lord is calling അതിന് you. മഹനീയമായ ഒരു ശുശ്രൂഷയും തന്നിരിക്കുകയാണ്. He has given us an excellent ministry. ഞാൻ അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കാറുണ്ട്. I used to think about this deeply. യേശു കടൽത്തീരത്തോടെ നടന്നു പോയപ്പോൾ Jesus walking on the seashore. അന്ത്രയോസും പത്രോസും കർത്താവിനോടുകൂടെ പിതാവിന് അവർ രണ്ടുപേരുടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. One day Peter was mending his net. പടകിൽ അവർ വല വീശി അങ്ങനെ ആ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. They cast the net, engaged in their profession. യേശു അവരെ കണ്ടപ്പോ പറഞ്ഞു, എന്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാ. No sooner did Jesus see them, then he told, follow me, I'll make you catchers of men. പിന്നെ അവർ എങ്ങോട്ടും പോയതായിട്ട് അറിവില്ല. They did not turn to any other direction. അവർക്ക് ഉടുപ്പ് കിട്ടി, They got garments, അവർക്ക് വസ്ത്രങ്ങൾ ലഭിച്ചു, they got clothes, പിന്നെ വേണ്ടതെല്ലാം അവർക്ക് കിട്ടി. every requirement is അവർ met ആ with. വഴി കർത്താവിനോട് കൂടെ അങ്ങ് പോയി. They followed the master through that way. അങ്ങോട്ട് ചെന്നപ്പോ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. They moved forward. He saw James and John. അപ്പനോടുകൂടെ പടകിലിരുന്ന് വല He നന്നായിക്കൊണ്ടിരിക്കുക. was mending the net with the father on the boat. എന്തോ എനിക്ക് അറിയത്തില്ല. അപ്പനെ വിളിച്ചില്ല, മക്കളെ രണ്ടുപേരെയും വിളിച്ചു. The father was not called, only the two sons were called. എന്നോട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. Follow me. അപ്പനെയും വിട്ടു, പടകും വിട്ടു, വലയും വിട്ടു. Left the boat, left the net, left the father. അവർ യേശുവിന്റെ കൂടെ അങ്ങ് പോവുകയാണ്. They started following Jesus. എന്തോ ഒരു അത്ഭുതമാണ്. What a miracle it is. കാരണം എന്താണെന്ന് അറിയാമോ? You know the reason? ആ ശബ്ദം അങ്ങനെയുള്ള ശബ്ദമാണ്. That is the power of the voice. അത് നേരിയ ഇൻപമായ ശബ്ദമാണ്. That's mellifluous, sweet voice. മീനെ പിടിച്ചവർ മനുഷ്യരെ പിടിക്കുന്നവരാകും. Catches of fish become catches of ജീവിതത്തിൽ men. പരിവർത്തനം ഉണ്ടാകുകയാണ്. There is a transformation in character. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും He that comes unto him should believe there is തന്നെ God. അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു He is വിശ്വസിക്കുകയാണ്. reward of the people who seek എബ്രായർ him. 11:6, Hebrews chapter 11 verse 6. സങ്കീർത്തനം 50:5, Psalm യാഗം 55. കഴിച്ച് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവി. Gather unto me my saints who made a covenant with me by making നമുക്ക് നമ്മുടെ sacrifice. കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. കർത്താവിന്റെ കരത്തിൽ നമ്മെ സമർപ്പിക്കാം. Surrender to the hands of God. ദൈവത്തിന്റെ സഭ The church of God ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ പോകുകയാണ്. is going to be taken away to the presence of God. കൂട്ടിച്ചേർക്കാൻ ഒരു അന്ത്യകാഹളം മുഴങ്ങാൻ പോകുകയാണ്. Great trumpet is going to be shouted to be gathered, സന്നിധിയിലേക്ക് ചേരുവാൻ തക്കവണ്ണം to be gathered in His presence. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മെ ഒരു നിമിഷം ദൈവകാര്യത്തിൽ ഏൽപ്പിക്കാം. Tonight is surrender to the hands of God for a minute. നമ്മുടെ നടുവിൽ യേശു നിൽക്കുന്നുണ്ട്. Jesus standing in our midst. നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും, What is our state? നാം ആരായിരുന്നാലും, Whoever we may be, അത് ഉള്ളതുപോലെ അറിയുന്നവൻ നമ്മുടെ മധ്യേ നിൽക്കുകയാണ്. the one who knows our true state, the correct perspective, is standing beside us. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൺവെൻഷന്റെ പ്രഥമ രാത്രിയാണ്. This is the first evening of the convention for which we have been blessed. ദൈവത്തിന്റെ ശക്തിയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The power of God is descending upon us. പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിച്ച ദൈവമക്കൾ, The people of God who receive the power of anointing, ദൈവവചനത്തെ പ്രാപിച്ചവർ, those who receive the word of God, ദൈവകരങ്ങൾ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കും. for a minute surrender to the hands of God altogether. കാഹള ശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ ഓർക്കാം. Incline voice to the trump of ഈ God. വചനപ്രകാരം ദൈവശബ്ദം കേട്ട് നമുക്ക് ദൈവത്തെങ്കിലേക്ക് അടുത്തിയല്ല. Hear the voice of God according to the word of God. Draw nigh unto Him. നമ്മുടെ കർത്താവിന്റെ വിളി നമ്മുടെ നേരെ വരുമ്പോൾ When the cry of God, call of God comes unto നാം അത് us, തിരസ്കരിക്കുന്നവരായി തീരരുത്. let us not reject it. അത് അതുപോലെ അംഗീകരിച്ചാൽ Accept it as it is. അതിനാൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്. There's a blessing in it. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേൻ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു
Lord. Stand. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Surrender, surrender. Believe and sing and surrender to His word. ആ വചനത്തിന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ചു കൊടുക്കുവേൻ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവർ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവർ എഴുന്നള്ളിയിടട്ടെ. കടന്നു വന്നിടുവേൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവർ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനീശ്വരൻ സന്നിധിയിൽ 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 കടന്നു വന്നിടുവേൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവർ എഴുന്നള്ളിയിടട്ടെ. Amen. Tonight we heard the blood of Jesus. If you draw nigh to God and He will draw nigh to you. The blood of Jesus will cleanse you from all sins. രാത്രികാലം നാം തിരുവചനത്തിൽ നിന്ന് ശ്രവിക്കുകയുണ്ടായല്ലോ. കർത്താവിനോട് അടുത്തു വരുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ സകല അകൃത്യങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. Hallelujah. Tonight come rending your heart. അതെ, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറിക്കൊണ്ട് Now the Spirit of God is starting to move. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പരിവർത്തിക്കുവാൻ The blood of Jesus is here. യേശുവിന്റെ രക്തം ഇവിടെയുണ്ട്. Not just for one or two people. അത് വളരെ അത്ഭുതങ്ങൾ ചെയ്യുന്ന It is രക്തമാണ്. not for just one or two people, it's for everyone. അത് ഒന്നോ രണ്ടോ പേർക്കല്ല, സകലർക്കും വേണ്ടിയുള്ളതാണ്. Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ. Open your നിങ്ങളുടെ heart. ഹൃദയങ്ങളെ തുറക്കുവിൻ. Weep for your sins. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവിൻ. Cry to Jesus. യേശുവിനെ നോക്കി കരയുവിൻ. Don't hide the secret sins in your heart. നിങ്ങളുടെ ഹൃദയത്തിലുള്ള രഹസ്യ പാപങ്ങളെ മറച്ചു വെക്കേണ്ട. Today, stop condemning others. Look into your heart. ഇന്ന് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് The നോക്കുവിൻ. blood of Jesus is going to give you rest. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് സ്വസ്ഥത തരുവാൻ പോകുന്നു. Come and receive peace. അതെ, വന്ന് സമാധാനം പ്രാപിച്ചുകൊള്ളുവിൻ. Confess and forsake your നിങ്ങളുടെ sins. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവിൻ. Don't keep any more hidden
sins in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ നിങ്ങൾ വെക്കേണ്ട. Today He's going to set you free. ഇന്ന് തന്നെ അവൻ നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. Draw nigh to God. കർത്താവിനോട് അടുത്തു വരുവിൻ. He's coming with His blood. അവൻ തന്റെ രക്തവുമായിട്ട് He's കടന്നു വരുന്നു. coming with His blood. അവന്റെ രക്തത്തോടെ അവൻ വരുന്നു. Satan is fleeing from you. പാപം നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. Satan is fleeing from you. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. Satan is fleeing from your family. പിശാച് നിങ്ങളുടെ കുടുംബത്തെ വിട്ട് ഓടിപ്പോകുന്നു. All your troubles are coming to an end today. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഇതിന് പരിഹാരമുണ്ടാകുന്നു. The Lord's blood, Jesus' blood, there is power. കർത്താവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ അധികാരമുണ്ട്. Almighty power. അതിന് അതിശക്തമായ അധികാരമുണ്ട്. All your sins will be washed tonight. ഇത് രാത്രി നിങ്ങളുടെ സകല പാപം കഴുകപ്പെടും. Do you know why you're not getting delivered from your afflictions? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടാത്തതെന്ന് അറിയുമോ? There is some sin which you are not able to get rid of in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത ചില പാപങ്ങളുണ്ട്. Or there is some disobedience that you're repeatedly giving room to your life, and that is why you're not getting rid of that affliction and death. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഇടം കൊടുക്കുന്ന എന്തോ ഒരു അനുസരണക്കേടുണ്ട്. അത് നിമിത്തമായിട്ട് ആ കഷ്ടതയും മരണവും നിങ്ങളെ വിട്ട് മാറാത്തത്. But to you it doesn't seem to be so, but that is what makes your body a body of death. നിങ്ങൾക്കത് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ തന്നെയും അതാണ് നിങ്ങളുടെ ശരീരത്തെ മരണത്തിന് അധീനമായ ശരീരമാക്കി. That's another reason why your body is not getting healed. നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം ലഭിക്കാത്തതിന് മറ്റൊരു കാരണവും അതാണ്. Satan has no power to bring that sickness in your body. സാത്താന് നിങ്ങളുടെ ശരീരത്തിൽ ആ രോഗം കൊണ്ടുവരാൻ ഒരു അധികാരവുമില്ല. Even if he brings it, the blood of Jesus has redeemed that body. അവനത് കൊണ്ടുവന്നാൽ തന്നെ യേശുവിന്റെ രക്തം നിങ്ങളുടെ ശരീരത്തെ വീണ്ടെടുത്തിരിക്കുന്നു. You can claim that by Jesus' stripes you are healed, that sickness will flee from you. യേശുവിന്റെ അടിപ്പിടയാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. അങ്ങനെ അവകാശപ്പെടുമ്പോൾ ആ രോഗം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Put away sin first of all. ആദ്യം നിങ്ങളെ പാപത്തെ നീക്കിക്കളയുവേ. What is the sin he's showing you right now? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ കാണിക്കുന്ന പാപം? Repent right now. ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കുവേ. When the Satan's power of sin is broken, the power of death is broken. ആ പാപത്തിന്റെ ശക്തി തകർക്കപ്പെടുമ്പോൾ സാത്താന്റെ ശക്തി തകർക്കപ്പെടുന്നു. ആ രോഗത്തിന്റെ ശക്തി, മരണത്തിന്റെ ശക്തിയും അതോടുകൂടെ തകർക്കപ്പെടുന്നു. Give room through the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ഇടം കൊടുക്കുവേ. Hallelujah.
That same Saint Paul says, "Oh wretched man that I am, who will deliver me from this body of death?" അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് പറഞ്ഞ അതേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. Same Saint Paul who said that disobedient nature is ruling in me, എന്നിൽ അനുസരണക്കേട് ഭരിക്കുന്നു വാഴുന്നു എന്ന് പറഞ്ഞ അതേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. and thereby sin is ruling in me. അതുകൊണ്ട് പാപം എന്മേൽ കർത്തൃത്വം നടത്തുന്നു എന്ന് പറഞ്ഞു. When he learned the secret of repenting and believing the truth and surrendering his body to do the will of God, അനുദപിച്ച് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കുന്നതിന്റെ രഹസ്യം മർമ്മം താൻ മനസ്സിലാക്കിയപ്പോൾ പറയുകയാണ്, when he repented and surrendered to do the will of God, താൻ അനുദപിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തന്നെ സമർപ്പിച്ചതിന് ശേഷം when he പറയുന്നു, was cleansed with the blood of Jesus. യേശുവിന്റെ രക്തത്താൽ The same Saint Paul says, അതേ വിശുദ്ധ പൗലോസ് പറയുകയാണ്, who shall separate me from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാർ. That same Paul experienced the anointing, the love of God to overcome all things. അതേ പൗലോസ് തന്നെ ആ അഭിഷേകത്തെ അനുഭവിച്ചുകൊണ്ട് സകലത്തെയും കീഴടക്കുന്ന അനുഭവത്തെ പ്രാപിക്കുകയാണ്. You are going to get that anointing right now. നിങ്ങൾക്കും അതേ അഭിഷേകം ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നു. Anointing that's going to give you victory. നിങ്ങൾക്ക് ജയം നൽകുന്ന അഭിഷേകം. Receive that love of God right ആ now. ദൈവ സ്നേഹത്തെ ഇപ്പോൾ തന്നെ പ്രാപിച്ചുകൊള്ളേ. Be reconciled with others. മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിക്കുവേ. Amen. His love is going to fill you right now. അവൻ നിങ്ങളെ ഇപ്പോൾ നിറയ്ക്കുവാൻ പോകുന്നു. Receive the love of God. ആ ദൈവ സ്നേഹത്തെ പ്രാപിച്ചുകൊള്ളേ. Speak in tongues. അന്യഭാഷയിൽ സംസാരിക്കുവേ. Let His love reign in you. ഈ സ്നേഹം നിങ്ങളെ കർത്തൃത്വം നടത്തട്ടെ. He will bruise Satan under your feet. അത് സാത്താനെ നിങ്ങളെ കാൽക്കീഴ് ചതച്ചു Be കളയും. filled with His love. ഈ സ്നേഹത്താൽ നിറയുവേ. Amen. Amen. Where you have not loved others, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, where you are finding fault with others, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ, where you are divided from others, മറ്റുള്ളവർ നിങ്ങൾ ഭിന്നിച്ചിരിക്കുമ്പോൾ repent right now. അതിനെക്കുറിച്ച് അനുദപിക്കുവിൻ. That is where the children of God fail. അവിടെയാണ് ദൈവമക്കൾ തോറ്റുപോകുന്നത്. Then Satan will have no more part in you. അപ്പോൾ പിശാചിന് നിങ്ങൾ യാതൊരു ഓഹരിയും He കാണുകയില്ല. is the photo. He is the perfection of hatred. അവന് പകയുടെ പൂർണ്ണതയാണ് പിശാച്. He is the perfection of bitterness. അവൻ കയ്പിന്റെ പൂർണ്ണതയാണ്. He is the perfection of all division. സകല ഭിന്നതയുടെ പൂർണ്ണതയാണ് അവൻ. Right now you repent. Join yourself to Jesus. നിങ്ങൾ ഇപ്പോൾ അനുദപിച്ച് നിങ്ങളെ തന്നെ യേശുവിലേക്ക് തിരിക്കുവിൻ. Come with the blood of Jesus. യേശുവിന്റെ രക്തത്തോട് കൂടെ വരുവിൻ. Come to the blood of Jesus. യേശുവിന്റെ രക്തത്തിലേക്ക് വരുവിൻ. Now you draw nigh to Jesus. ഇപ്പോൾ നിങ്ങൾ യേശുവിനോട് അടുത്ത് You വരുവിൻ. are not going to be defeated anymore. ഇനിമേൽ നിങ്ങൾ തോറ്റുപോകുകയില്ല. No, sin will not defeat you anymore. ഒരു പാപവും നിങ്ങളെ തോൽപ്പിക്കയില്ല. You will overcome sin. നിങ്ങൾ പാപത്തെ കീഴടക്കും. You will overcome disobedience. നിങ്ങൾ അനുസരണക്കേടിനെ കീഴടക്കും. You will overcome the world. ലോകത്തെ നിങ്ങൾ ജയിക്കും. You will overcome Satan. പിശാചിനെ നിങ്ങൾ ജയിക്കും. You will be healed of all your sicknesses. നിങ്ങളുടെ സകല രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. Receive the anointing of Islam. അവന്റെ സ്നേഹത്തിന്റെ അഭിഷേകത്തെ ഇപ്പോൾ പ്രാപിച്ചുകൊണ്ട് If you keep quiet right ഇപ്പോൾ now, നിങ്ങൾ മൗനമായിരുന്നാൽ you will not be delivered. നിങ്ങൾ വിടുവിക്കപ്പെടുകയില്ല. Satan will bind you. പിശാച് നിങ്ങളെ ബന്ധിക്കും. You may be a servant of God. നിങ്ങളൊരു കർത്തൃ You ശുശ്രൂഷകനായിരിക്കാം. repent right
right now. ഇപ്പോൾ നിങ്ങൾ അനുദമിക്കുക. You may be a child of God. നിങ്ങളൊരു ദൈവ You പൈതലായിരിക്കാം. repent right ഇപ്പോൾ now. നിങ്ങൾ അനുദമിക്കുക. Don't harden your heart. നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തേണ്ട. Amen. Now, the light of that glorious gospel is shining into your heart. ഇപ്പോൾ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം നിങ്ങളുടെ ഹൃദയത്തിൽ It ലഭിച്ചിരിക്കുന്നു. is shining in the face of Jesus Christ. അത് യേശുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്നതാണ്. Now the bridegroom is bringing you, your heavenly bridegroom is going to come for you soon. He's now bringing you into that glory. അതിവേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന നിങ്ങളുടെ സ്വർഗീയ മണവാളൻ ഇപ്പോൾ നിങ്ങളെ ആ വെളിച്ചത്തിലേക്ക് തേജസ്സിലേക്ക് കൊണ്ടുവരികയാണ്. Why? എന്തുകൊണ്ട്? Because very soon he is going to descend from heaven. എന്തുകൊണ്ടെന്നാൽ അതിവേഗം അവൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുവാൻ Now പോകുന്നു. he's going to draw you into that glory. ഇപ്പോൾ നിങ്ങളെ അവൻ തന്റെ തേജസ്സിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. Anointing is going to come upon you. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ Keep പോകുന്നു. looking at the glory that's shining in the face of Jesus Christ. യേശുക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവ തേജസ്സിൽ നിന്ന് Don't look at others' faces. Look at the face of Jesus. മറ്റുള്ളവരുടെ മുഖത്ത് നിങ്ങൾ നോക്കേണ്ട. ഇപ്പോൾ യേശുവിന്റെ മുഖത്ത് മാത്രം നോക്കവേ. The anointing is coming upon you. അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. Changing you from glory to glory. നിങ്ങളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. Look at the face of Jesus. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. Amen. കാഹളം ധ്വനിച്ചിടാറാ തന്റെ കാന്ത് ചേർത്തിടാറായി നീയും അതിവേഗമുണർന്നു നിൻ രക്ഷകനെ എതിരേൽക്കുവാനൊരുങ്ങിടുക. നീയും അതിവേഗമുണർന്നു നിൻ രക്ഷകനെ എതിരേൽക്കുവാനൊരുങ്ങിടുക.
രക്ഷകനെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. ആഹളം ധ്വനിച്ചിടാറായി എന്റെ കാന്തയെ ചേർത്തിടാറായി നീയും അതിവേഗമുണർന്നു നിരക്ഷകനെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക. 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 Yes, very soon, through that blood, he has entered in the old most holy place to obtain eternal redemption for us very soon. തന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നമുക്ക് നിത്യ വീണ്ടെടുപ്പ് നൽകി തന്ന അവൻ അതിവേഗത്തിൽ very soon, അതിവേഗത്തിൽ we were saved. We who are saved. രക്ഷിക്കപ്പെട്ട നമുക്ക് We who are getting saved again and again. നാം വീണ്ടും വീണ്ടും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. We are going to come to that final salvation. നാം അന്ത്യ രക്ഷ പ്രാപിക്കുവാൻ The പോകുന്നു. redemption of the body. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. He is going to perfect us as he is perfect. അവൻ സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ അവൻ നമ്മെ when he appears in his glory, അവൻ തന്റെ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ as he is perfect, അവൻ പൂർണ്ണനായിരിക്കുന്നത് we shall appear with him in glory. നാമും അവനോട് കൂടെ തേജസ്സിൽ പ്രത്യക്ഷനാകുവാൻ This body will put on a glorious body. ഈ തേജസ്സേറിയ ശരീരത്തെ പ്രാപിക്കും. Rejoice in the spirit. ഈ പ്രത്യാശയിൽ സന്തോഷിക്കുവേ. Hallelujah. Amen. For all the precious counsels the Lord has given us, so that we may draw nigh to him and he may draw nigh to us, and finally that we may be found in that most intimate fellowship with him eternally in Zion, and New Jerusalem shall we praise him.